അപ്പോൾ അവർ കൈൻഡ് ഓഫ് ബ്ലാക്ക് മെയിലിംഗ് ആണ്, അൺഫെയർ ആയിട്ട് കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹം വിളിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഫണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ്, ഞങ്ങൾ അതിൻ്റെ റിവ്യൂസൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വളരെ പർപ്പസ്ഫുള്ളായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരാൾ കുറേ ഫേക്ക് ഐ ഡി വെച്ചിട്ട് ചെയ്യുന്നതാണെന്ന്. എനിക്ക് കാശ് തന്നില്ല അതുകൊണ്ട് പണി കൊടുത്തേക്കാം, അത് ഫെയർ അല്ല. ഉള്ളതിൽ മിക്കവാറും പേരും ഫെയറായിട്ട് തന്നെയാണ് ഈ റിവ്യൂ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ചുരുക്കം ചില പുഴുക്കുത്തുകൾ. ചേച്ചി ഇതിൻ്റെ ഇടയ്ക്ക് രാജുവേട്ടനെ വിളിച്ചിട്ട് പരാതി പറഞ്ഞു, എന്നെ ഇവിടെ കഷ്ടപ്പെടുത്തുവാണെന്ന് പരാതി പറഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ഒന്ന് പേടിച്ചു, തളർന്ന് വീഴുന്ന സീനൊക്കെ ഉണ്ട്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ സെറ്റിൽ വന്നപ്പോൾ ആൾ ഭയങ്കര എനർജി ആയിരുന്നു. നമ്മളിവിടെയൊക്കെ മരണ വീട്ടിലടി ആദ്യമായിട്ടാണല്ലേ ചേച്ചി? ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു കൗമുദി മൂവീസ്. ഇറ്റ്സ് മീ അർച്ചന താജ്. ഇന്ന് നമുക്കൊപ്പം വ്യസനസമേതം ബന്ധുമിത്രാദികളുടെ വിശേഷങ്ങളുമായി ഡയറക്ടർ എസ് വിപിനാണ് ജോയിൻ ചെയ്യുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ വ്യസനസമേതം ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ചേട്ടന്? റെസ്പോൺസ് ഒക്കെ കിട്ടുന്നത് എങ്ങനെയുണ്ട്? സന്തോഷമാണ്, നല്ല റെസ്പോൺസാണ്. ആൾക്കാർ തിയേറ്ററിൽ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, നല്ല ചിരിയുണ്ട്. അപ്പം അവർക്കൊപ്പം ഇരുന്ന് കാണുമ്പോഴും നല്ല സന്തോഷമാണ്. അതെ, ഇപ്പം ഏറ്റവും ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് കോൺട്രവേഴ്സിയിലേക്ക് പോയിരിക്കുകയാണ് മൂവി. ഒരു റിവ്യൂവർ പേയ്മെന്റ് ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അതിൻ്റെ ഒരു സത്യാവസ്ഥ? അത് അങ്ങനെ ഒരു വലിയ കോൺട്രവേഴ്സി ആണോ എന്ന് എനിക്കറിയില്ല. സംഗതി ഞങ്ങളുടെ മൂവി ഇറങ്ങുന്ന ദിവസം, അതായത് 13-ാം തീയതി, ജൂൺ 13-ാം തീയതി അദ്ദേഹം വിളിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഫണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ്, ഞങ്ങൾ അതിൻ്റെ റിവ്യൂസൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, അങ്ങനൊരു പരിപാടി ഇല്ല, ഞങ്ങൾ ഫണ്ടില്ല, അങ്ങനൊരു പ്രൊമോഷൻ പരിപാടി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം സിനിമ ഇറങ്ങിയതിന് ശേഷം ഭയങ്കര പോസിറ്റീവ് റിവ്യൂസാണ് എല്ലായിടത്തു നിന്നും വരുന്നത്. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ മാത്രം നെഗറ്റീവ് റിവ്യൂസ്, അതായത് നമ്മുടെ സിനിമയ്ക്ക് അതുമായിട്ട് ഒരു തരത്തിലും ചേരാത്ത വിധത്തിലുള്ള റിവ്യൂസ്. പിന്നെ ഈ സിനിമ കണ്ടിട്ട് ഒത്തിരി പേര് ആ ഗ്രൂപ്പിലുള്ളവർ പോസിറ്റീവ് റിവ്യൂസ് എഴുതിയിട്ടതൊന്നും അഡ്മിൻ അപ്രൂവ് ചെയ്യുന്നില്ല. എന്നാൽ അതേസമയം നെഗറ്റീവ് റിവ്യൂസ് വരുന്നു. അപ്പോൾ ഈ പോസിറ്റീവ് റിവ്യൂസ് എഴുതിയിടുന്നവരൊക്കെ പലരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പോസിറ്റീവ് റിവ്യൂസ് എഴുതിയിട്ടിട്ട് അഡ്മിൻ അതിന് അപ്രൂവൽ കൊടുക്കുന്നില്ല. അറ്റ് ദ വെരി സെയിം ടൈം നെഗറ്റീവ് റിവ്യൂസ് അതിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഈ നെഗറ്റീവ് റിവ്യൂ ഇടുന്ന ആൾക്കാർ തന്നെ മറ്റ് പല FB പേജിലും ചെന്നിട്ട് ഇതിൻ്റെ പോസിറ്റീവ് റിവ്യൂ, മറ്റ് പേജുകളിലുള്ള പോസിറ്റീവ് റിവ്യൂവിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വളരെ പർപ്പസ്ഫുള്ളായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരാൾ കുറേ ഫേക്ക് ഐ ഡി വെച്ചിട്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഞങ്ങൾ പോസിറ്റീവ് റിവ്യൂ അയച്ചിട്ട് അതിന് അപ്രൂവൽ കൊടുക്കാത്തതിൻ്റെയും വന്ന നെഗറ്റീവ് റിവ്യൂസിൻ്റെയും ഈ കമൻറ്റുകളുടെയും ഒക്കെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഫോൺ കോളിൻ്റെ കോൾ റെക്കോർഡും ഒക്കെ വെച്ചിട്ട് പാലാരിവട്ടം സ്റ്റേഷനിൽ കേസ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു. ഇല്ല, അതിൻ്റെ മറ്റു കാര്യങ്ങളെപ്പറ്റി അറിയില്ല. അത് പോലീസ് അന്വേഷിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അത് മുന്നോട്ട് പോകും. ഞങ്ങളെന്തായാലും സ്ട്രോങ് ആയിട്ട് കേസുമായിട്ട് തന്നെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും രൂപ ചിലവാക്കി ഒരുപാട് പേരുടെ അധ്വാനം, എത്രയോ ദിവസങ്ങളുടെ അധ്വാനം ഒക്കെ കഴിഞ്ഞ് ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ തനിക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് കരുതി അതിൽ നിന്ന് കാശുണ്ടാക്കാൻ നിൽക്കുന്നവർ, ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ഒരുപക്ഷെ ഈ ഗ്രൂപ്പ് വഴി അതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ അഡ്മിൻ ഇങ്ങനെ കാശുണ്ടാക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൂടായിരിക്കാം, അവർക്ക് ഇതേ പറ്റിയിട്ട് അറിയില്ലായിരിക്കാം. അപ്പോൾ അവർ നിഷ്കളങ്കരാണ്. അവർ ഒക്കെ ഇങ്ങനെ ഒരുപക്ഷെ മനസ്സിലാകുമായിരിക്കാം. അപ്പോൾ അവരെ വെച്ചിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി കളിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇത്രയും ആൾക്കാരുണ്ട്, അവർ പിന്നെ അവർക്കിടയിലേക്ക് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സിനിമ വളരെ മോശമാണെന്നാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയുടെ. അപ്പോൾ അവർ കൈൻഡ് ഓഫ് ബ്ലാക്ക് മെയിലിംഗ് ആണ്, ഒരു അൺഫെയർ ആയിട്ട് കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ മാർക്കറ്റിംഗ് ആക്ച്വലി ഒരു നോർമൽ രീതി എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷെ ഇത്തരത്തിലൊരു സംഭവം വന്നപ്പോൾ ഇതിനെതിരെ ഇത്രയും പ്രതികരിക്കണം എന്ന് തോന്നാനുള്ളൊരു റീസൺ എന്തായിരുന്നു ചേട്ടൻ? അല്ല, അത് എൻ്റെ ഡിസിഷനല്ല. കേസ് കൊടുക്കണം എന്നുള്ളത് വിപിൻ ദാസിൻ്റെ ഡിസിഷനാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ സ്റ്റെപ്പ് എടുത്തത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ അവസാനം പറഞ്ഞ തന്നെയാണ്, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാശ് മുടക്കി നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോൾ, ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ അവർക്ക് കാശ് കൊടുത്തില്ല എന്ന്
പറഞ്ഞിട്ട് മനഃപൂർവ്വം ആ സിനിമയ്ക്ക് യാതൊരു തരത്തിലും ചേരാത്ത തരത്തിലുള്ള സംഗതികളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത് വലിയ കഷ്ടമുള്ള കാര്യമില്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ അതിനെതിരെ സംസാരിച്ചാലല്ലേ നമുക്കിത് ഭാവിയിലെങ്കിലും ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നു എന്നുള്ളതാണ്. ചേട്ടൻ്റെ ഒരു എത്ര നാളത്തെ ഒരു ജേണിയാണ് നമ്മുടെ ഇപ്പൊ കാണുന്ന മൂവി? ഫൈനൽ ഔട്ട്പുട്ട് എത്ര നാളത്തെ ചേട്ടൻ? വ്യസന സമേതത്തിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ഞാൻ 2021 അവസാനം മുതലൊക്കെ അതിൻ്റെ പണികളിലേക്ക് കടന്നു. ഒപ്പം വേറെ സ്ക്രിപ്റ്റും എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറയാം, 2021 ഒരു നവംബർ മുതലൊക്കെ വന്നിട്ട് 2024 നവംബർ മാസത്തിൽ ഷൂട്ട് തുടങ്ങി. ഈ മൂവിയിൽ ഒരു ചെറിയ റോളും ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ചെറിയ റോള്. അത് അഭിനയം ഇഷ്ടമാണോ ചേട്ടന്? പിന്നെ അഭിനയം ഇഷ്ടമാണ്. അഭിനയം ഇഷ്ടമായതുകൊണ്ടാണോ ഒരു റോള്? അല്ല, അഭിനയം എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി അതിനകത്ത് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ സോഷ്യലി ഒരുപാട് കാണുന്ന കുറെ സബ്ജക്റ്റ്, ഇതിനകത്ത് കോമഡി വരുന്നുണ്ട്, പക്ഷെ സിറ്റുവേഷണൽ ആയിട്ടാണ് കോമഡീസ് വരുന്നത്. കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്യുന്നതായിട്ട് കണ്ടില്ല. കുറെ ആളുകളുടെ ക്യാരക്ടറൈസേഷനിലാണ് നമുക്ക് ഫൺ വർക്ക്ഔട്ട് ആയിരിക്കുന്നത്. അത് കോമഡിക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ബോധപൂർവം അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് സിറ്റുവേഷണൽ കോമഡീസ് മതി എന്നുള്ളത്. ഈ തമാശയ്ക്ക് വേണ്ടി തമാശ എന്ന് പറയുന്നത് സിനിമയ്ക്ക് ചേരുന്ന ഒരു പരിപാടി അല്ലെന്ന് ഉള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഈ സിനിമയിലും അങ്ങനെയുള്ള തമാശകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അയ്യോ പോവല്ലേ പോവല്ലേ എന്നുള്ളത്, പിന്നെ അഴുക്ക പെണ്ണ്, തന്തയേക്കാൾ മോശം എന്നൊക്കെ ഉള്ളത് ഈ പറഞ്ഞ സിറ്റുവേഷണൽ കോമഡി ഒന്നും അല്ല. അതൊരു വെർബൽ കോമഡി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അത്തരം പരിപാടികൾ ഇതിനകത്തുണ്ട്. അപ്പം സിറ്റുവേഷണൽ കോമഡി മാത്രമല്ല, പക്ഷേ എനിക്ക് താല്പര്യം ഈ പറഞ്ഞ സിറ്റുവേഷണൽ കോമഡിയാണ്. ഇങ്ങനെ ഈ വെർബൽ കോമഡികൾ വെച്ചിട്ട് സിനിമ മുന്നോട്ട് പോകണ്ട എന്നുള്ളതാണ് എനിക്കിഷ്ടം. സിനിമ കാണുമ്പോഴും എനിക്കിഷ്ടം അത്തരം കോമഡികളാണ്. കാസ്റ്റിങ്ങിലേക്ക് എത്തിയത് നമ്മൾ പിന്നീട് തിരക്കഥ പൂർത്തിയായി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഈ വേഷം ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ആരൊക്കെയാണെന്നൊക്കെയുള്ള ആലോചനകൾ നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ പേരെ കളക്ട് ചെയ്യും. ഒരാളല്ല, ഒരു വേഷത്തിന് നമ്മളൊരു 3-4 പേരെയൊക്കെ എടുത്തിട്ട് ഇതിൽ പിന്നെ ആരായിരിക്കും ഏറ്റവും നല്ലതെന്ന് നോക്കി, പിന്നെ അവരുടെ അവൈലബിലിറ്റി നോക്കി, ചിലരുടെ കാര്യത്തിലൊക്കെയാണ് നമ്മളൊരു ഓഡിഷൻ നോക്കി, അങ്ങനെയൊക്കെയാണ് കാസ്റ്റിങ്ങിൽ എത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് സന്ധ്യ എന്ന് പറയുന്ന ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ആള്, ഞാനിത് എഴുതി ഒക്കെ കഴിഞ്ഞ സമയത്ത് സജിയോട് വിളിച്ചിട്ട് ഇവരുടെ ഒരു ടെലിവിഷനിലുള്ളൊരു സ്കിറ്റ് ഞാൻ കണ്ടു, TV യിലായിരുന്നു അത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സജി ആ ആൾ കൊള്ളാം. അപ്പോൾ സജിക്ക് അറിയാം, സജി പിന്നെ ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടുള്ള. അപ്പോൾ സജി പറഞ്ഞു, എനിക്ക് ഇവരെ അറിയാം, ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ്, നമുക്കൊന്ന് പോയി സമീപിച്ച് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലും അവർക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല. സന്ധ്യ തട്ടുകടയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇതിന് ആപ്റ്റാവും എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പം നമ്മൾ കുറച്ചൊക്കെ നിർബന്ധിച്ചു, പ്ലീസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ഒരു ഓഡിഷൻ വന്ന് നോക്കൂ. അങ്ങനെയാണ് ഓരോരുത്തരുടെ കാര്യത്തിലും ഞങ്ങൾ എങ്ങനെ എത്തുന്നത്. ഇപ്പോൾ ശൈലജ അമ്പുവിൻ്റെ കാര്യമാണെങ്കിലും പിന്നെ ഞങ്ങൾ ശൈലജയെ ശരിക്കും വേറെ വേഷത്തിലും, ശൈലജ അമ്പു എന്ന് പറയുന്നത് പ്രസന്നൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആക്ട്രസ്, വേറൊരു വേഷത്തിന് വേണ്ടിയിട്ട് ഒക്കെ ആലോചിച്ചതാണ് ആദ്യം. പിന്നീട് അത് കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തി. അശ്വതി ചന്ദിൻ്റെ കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് കാസ്റ്റിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സംഗതി അതായിരുന്നു, ഈ അനശ്വരയുടെ അമ്മയുടെ വേഷം ചെയ്യുന്ന ആൾ ആരായിരിക്കണം എന്നൊക്കെ ഉള്ളതിൽ. അപ്പോൾ അതൊക്കെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടെത്തി വന്നതാണ്. ആ ലിസ്റ്റിലുണ്ട് ഇതിൽ ആര് വേണം എന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വന്നത്. പിന്നെ അതിനകത്ത് ആ ഗിരിജ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, റീന ഇന്ദ്രായണി എന്ന് പറഞ്ഞിരിക്കുന്ന ചേച്ചി ചെയ്തത്. അവർ ഞങ്ങൾ ഫാലിമി സിനിമയിൽ ഒരു സീൻ കണ്ടു, ഒരു ബ്രോക്കറായിട്ട്. അപ്പം അവരുടെ ചില മാനറിസമൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നി ഇവർക്ക് പറ്റും, ഞാൻ മനസ്സിൽ കാണുന്ന രൂപമുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ കാര്യത്തിലും നമ്മൾ ഇതുപോലെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ ഒപ്പം അഞ്ചിൻ്റെ സഞ്ജയനം ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ആൾക്കാർ, അവരെയും നമ്മൾ അങ്ങനെ എൻ്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടല്ല, അവരിതിൽ വന്നാൽ നന്നായിരിക്കും, ആ വേഷം അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ വിപിൻ ദാസ് ബ്രോയിൻ്റെ ഒപ്പമുള്ള ആൾക്കാർ, ഇപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ള അജിത് കുമാറാണ് അതിനകത്ത് അനിയായിട്ട് അവസാനം കാശിക്ക് പോകുന്ന കക്ഷിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇപ്പോൾ രതീഷ് രോഹിണി അതുപോലെ ഉള്ളവരൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ച് പരസ്പരം ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോഴും കാണുന്ന കാസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്.
ഈ വിപിൻ ദാസ് ഭയങ്കര എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആണ്. നിങ്ങൾ സെറ്റിൽ എങ്ങനെ അത് മാനേജ്? അല്ല, സെറ്റില് വിപിൻ ദാസ് ബ്രോ അങ്ങനെ സെറ്റില് സാധാരണ വരാറില്ലായിരുന്നു. അദ്ദേഹം ആ സമയത്ത് കുറേ യാത്രയും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. അപ്പോൾ അതങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് പ്രൊഡ്യൂസർ, ഡയറക്ടർ എന്നുള്ള അങ്ങനെ സംബോധന ചെയ്യുമ്പോൾ തന്നെ മാറാവുന്നതേ ഉള്ളൂ. ആൾക്കാർക്ക് ചിലപ്പം കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ ഇപ്പൊ നമ്മുടെ ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂ ബൈചേട്ടന്റെയും അസീസ്കാടെ നോബ്ചേട്ടന്റെ ഒക്കെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് അസീസ്ക പറഞ്ഞായിരുന്നു മല്ലിക ചേച്ചി ഇതിന്റെ ഇടയ്ക്ക് രാജേട്ടനെ വിളിച്ചിട്ട് പരാതി പറഞ്ഞു, എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുവാണെന്ന് പരാതി പറഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന്റെ തമാശയായിട്ടാ പറഞ്ഞേ. അത് തന്നെ അങ്ങനെ എന്തെങ്കിലും രാജേട്ടന്റെ കോള് വന്നപ്പോ പറഞ്ഞു വിപിൻദാസ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനത്തെ എന്തെങ്കിലും? അല്ല, എനിക്കറിയില്ല അങ്ങനെ. അത് അസീസ് തമാശയായിട്ട് പറഞ്ഞിട്ടുള്ളതായിരിക്കണം. അല്ലാതെ അത് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പം ഞാൻ പോയി കണ്ട് കഥ പറയുന്ന അവസരത്തിൽ ഫിസിക്കലി കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോനെ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാനും ഒന്ന് പേടിച്ചു, തളർന്ന് വീഴുന്ന സീനൊക്കെ ഉണ്ട്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ സെറ്റിൽ വന്നപ്പോൾ ആൾ ഭയങ്കര എനർജി ആയിരുന്നു. ഭയങ്കരമായിട്ട് അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. നമ്മളൊരു ഡയലോഗ് കൊടുത്താൽ ആ ഡയലോഗ് കൃത്യം അതുപോലെ തന്നെ, പിന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ അത് റെൻഡർ ചെയ്യുക, അതൊക്കെ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റിയുടെ കാര്യത്തിൽ അതൊക്കെ അവരുടെ എക്സ്പീരിയൻസ് വലിയ കാര്യമാണ്. അത് ബൈച്ചേട്ടൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. കണ്ടിന്യൂറ്റിയുടെ കാര്യത്തിലൊന്നും നമുക്ക് വലിയ ടെൻഷനില്ല. ഇൻ ദ സെൻസ് അവർ കഴിഞ്ഞ ടേക്കിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ കഴിഞ്ഞ ഷോട്ടിൽ എങ്ങനെയാണോ അവരുടെ ആക്ഷൻ പോയത് കൃത്യമായിട്ട് അത് നോക്കിയൊക്കെ പോകാനുള്ളൊരു പിന്നീട് പരിചയം, അത് അവരുടെ വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞങ്ങൾക്കത് അവരെ വെച്ച് ചെയ്യുമ്പം കുറേ കൂടി ഈസിയാണ് കാര്യങ്ങൾ. ഇതിന്റെ ഒരു മേക്കിംഗ് രീതി എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഒരു മരണ വീട്ടിൽ പോയി നിൽക്കുന്നത് പോലത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. അത്രയും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യണം എന്ന്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ സ്ക്രിപ്റ്റ് ഇവരോടൊക്കെ ഇപ്പം ഞങ്ങളുടെ സിനിമാറ്റോഗ്രാഫർ റഹീം അബൂബക്കർ അദ്ദേഹത്തോടൊക്കെ സ്ക്രിപ്റ്റ് പറയുന്ന അവസരത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ക്യാമറ എന്ന് പറയുന്നത് ആ മരണ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരാളായിരിക്കണം. മരണ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരാളിൻ്റെ കാഴ്ചയായിരിക്കണം നമ്മുടെ സിനിമ. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെ കാണുന്നു ആ വീട്ടിൽ. അപ്പം റഹീമിൻ്റെ ഒരു തീരുമാനമായിരുന്നു, ചേട്ടാ നമുക്ക് അമ്മുമ്മ വീണതിന് ശേഷം നമുക്ക് അതിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് മാറ്റാം. അതായത് മരണം സംഭവിക്കുന്നത് വരെ ഒരു രീതിയും അതിനുശേഷം നമുക്ക് വേറൊരു രീതിയും ക്യാമറ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യമേ തന്നെ ഞങ്ങളുടെ തീരുമാനം ഇതായിരുന്നു, മരണ വീട്ടിലേക്ക് വന്ന ഒരാൾ കാണുന്ന കാഴ്ചയായിരിക്കണം സിനിമ എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തതും അങ്ങനെ തന്നെയാണ് റഹീം അത് എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു വൺ ഡേ നടക്കുന്ന സ്റ്റോറിയാണല്ലോ. അപ്പം ഒരുപാട് ഷൂട്ടിന്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ കണ്ടിന്യൂറ്റി ആണെങ്കിലും അതൊക്കെ എങ്ങനെയായിരുന്നു? എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? അത് വലിയ ചലഞ്ചിങ് ആണ്. കാരണം 42 ദിവസത്തെ ഷൂട്ടാണുള്ളത്. ഇതിനകത്ത് പകലെന്ന് പറയുന്ന ഒറ്റ ദിവസമാണ്. തലേന്ന് രാത്രി കുറച്ച് സംഗതികളുണ്ട്, പിറ്റേന്നത്തെ പകലെന്ന് പറയുന്ന ഒറ്റ ദിവസം 42 ദിവസം. അപ്പോൾ ആദ്യ ദിവസം ഷൂട്ടിന് വരുന്ന ആളുടെ താടി മുടി ഒക്കെ നമ്മൾ അവസാനത്തെ ദിവസം വരെയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഒരു സീന് വന്നിട്ട് അടുത്ത സീന് വരുമ്പോൾ താടി വളർന്നിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വളരെ ചെറിയ കാര്യം പോലും നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റ ദിവസം നടക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ അഡീഷണൽ കോസ്റ്റ്യൂം സെയിം ആയിട്ടുള്ളത് കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒത്തിരി അധികം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ അവരും എല്ലാം അതേ ഡ്രസ്സിൽ എല്ലാ ദിവസവും അവൈലബിളും ഒക്കെ ആവണം. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അവരവർ തന്നെ ശ്രദ്ധിക്കാൻ ഞാൻ പരമാവധി പറയുമായിരുന്നു. അതായത് നിങ്ങൾ ഒരു ദിവസം ഹെയർ എങ്ങനെ കെട്ടിക്കൊണ്ട് വന്നോ അങ്ങനെ തന്നെ അടുത്ത ദിവസം കെട്ടിക്കൊണ്ട് വരണം. മനസ്സിലായില്ലേ? ഒരു ദിവസം വെച്ച റിബൺ തന്നെ അടുത്ത ദിവസവും യൂസ് ചെയ്യണം. ഒരു ദിവസം ഇട്ട കമ്മൽ തന്നെ അടുത്ത ദിവസവും ഇടണം. ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാവരും കോൺഷ്യസ് ആവും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോയാൽ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം മുതൽ തന്നെ എല്ലാവരോടും കൃത്യമായിട്ട് പറഞ്ഞ്, പിന്നെ അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളത് ചെയ്തെടുത്തത്. 42 ഡേയ്സ് ഷൂട്ട് ഉണ്ടായിരുന്നു. അതെ. ഓക്കെ. അപ്പം പൊതുവെ ഇപ്പം കാണുന്നൊരു കാഴ്ചയാണ്, ഒരു മൂവി ഇറങ്ങിയതിന് ശേഷം ഈ റിവ്യൂവിൻ്റെ പേരിലുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നത് കാണുന്ന കാഴ്ചയാണ്. ചേട്ടൻ എന്താണ് പേഴ്സണലി ഇപ്പം
കുറെ കാലം മുന്നേ ആയിരുന്നെങ്കിൽ റിവ്യൂസ് ഇല്ലാതെയാണ് എല്ലാവരും സിനിമ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ റിവ്യൂവിനൊരു ഇമ്പോർട്ടൻസ് എല്ലാവരും കൊടുക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ പേഴ്സണലി? നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന റിവ്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതാണ്. ഒരാൾ സിനിമ കണ്ടിട്ട് അയാൾക്ക് ആ സിനിമ എങ്ങനെയാണ് അനുഭവപ്പെട്ടത്, അയാൾ ചിരിച്ചോ എന്നുള്ള, അല്ലെങ്കിൽ അയാൾക്ക് ഫീൽ ചെയ്തോ അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്തോ എന്നുള്ള അയാളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് നമ്മൾ ഇന്ന് കാണുന്ന റിവ്യൂസ്. മനസ്സിലായില്ല? അങ്ങനെയാണ്. അല്ലാതെ കൂലങ്കക്ഷമായിട്ട് സിനിമയെ പഠിച്ച് ഇന്ന തരത്തിലൊക്കെ ഇത് ചെയ്യാമായിരുന്നു, ഇന്ന സിനിമകൾ ഒക്കെ അതിനെയൊക്കെ ഉദാഹരിച്ച് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇപ്പം സംസാരിക്കുന്ന ഈ റിവ്യൂവേഴ്സ് പറയുന്നത്. അത് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അത് അവർക്കൊരു കണ്ടൻ്റാണ്. ഇത് അവർക്ക് പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അപ്പോൾ അത് അവർ പറയുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള കുഴപ്പവും ഞാൻ കാണുന്നില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ഫെയർ. അത് വളരെ ഫെയർ ആയിട്ട് പറയണം. ഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിനല്ല ഞാൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും പറയാം. ഇന്നടുത്ത് പാളിപ്പോയെന്ന് എനിക്ക് തോന്നി, ഇന്ന ആളുടെ അഭിനയം അത്ര ഓക്കെ ആയില്ലെന്ന് എനിക്ക് തോന്നി, അതെല്ലാം പറയാം. പക്ഷേ ഇവരുടെ ഉദ്ദേശം സദുദ്ദേശമായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കാശ് തന്നില്ല അതുകൊണ്ട് പണി കൊടുത്തേക്കാം, അത് ഫെയർ അല്ല. അങ്ങനെ ഒരു അജണ്ട അവർക്ക് അതിന് പിന്നിലുണ്ടാവാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഉള്ളതിൽ മിക്കവാറും പേരും ഫെയറായിട്ട് തന്നെയാണ് ഈ റിവ്യൂ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ചുരുക്കം ചില പുഴുക്കുത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കാശ് തന്നില്ല അപ്പം ഇവനൊരു പണി കൊടുത്തേക്കാം, അല്ലെങ്കിൽ കാശ് തന്നാൽ ഞാൻ പോസിറ്റീവ് ഇടാമെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഉണ്ട്. എനിക്ക് പൊതുവേ ഈ പറയുന്ന ഫെയറായിട്ട് റിവ്യൂ നടത്തുന്നത് അത് തീർച്ചയായിട്ടും അവരുടെ അവകാശമാണ്. അവർ ചെയ്യുന്നതിൽ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സാണ്, ഒരുപാട് പേരെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ശരിക്കും ഒരു വാസ്തവം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ തിരക്കഥ എഴുതിയിട്ട് ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ റിവ്യൂവേഴ്സും ഈ സിനിമയെ പറ്റി എന്ത് പറയും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു നോക്കും. മനസ്സിലായി? കാരണം ഞങ്ങളും ഇതൊക്കെ കാണുന്നതാണല്ലോ. അപ്പോൾ ഇന്ന ആൾ ഈ സിനിമയെ കണ്ട ഇന്നത് പറയാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ അവരെ പോലും പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെയാണോ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണോ അതുകൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ സിനിമ എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫെയർ എന്നുള്ളത് മാത്രമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ അവർക്ക് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കണം, ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അവർ ഈ പണിക്കിറങ്ങിയാൽ അത് ശരിയല്ല. അല്ലാതെ ഒരാൾ കണ്ടിട്ട് അയാളുടെ അഭിപ്രായം പറയുന്നത് ഓക്കെയാണ്. പിന്നെ ഇത് റിവ്യൂ എന്ന് പറയുന്നതിനേക്കാളും അത് അവരുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തു എന്ന നിലയ്ക്ക് പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ ചില റിവ്യൂവേഴ്സിന്റെ അവരുടെ റിവ്യൂസ് 100% ഓക്കെയാണ്, അവർ പറയുന്നത് അനുസരിച്ച് തിയേറ്ററിൽ പോകാൻ നിൽക്കുന്ന കുറെ ആളുകൾ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനും പല റിവ്യൂവും കണ്ടിട്ട് തിയേറ്ററിൽ പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനമെടുത്തൊരു സമയമുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതങ്ങനെ അല്ലാന്ന്. കാരണം ചില റിവ്യൂവേഴ്സ് അവർക്ക് ഒട്ടും ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന സിനിമകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അധികം വർക്കാകാത്ത സിനിമകൾ ഇവർ ഭയങ്കര പ്രൈസ് ചെയ്ത് അടിപൊളി പടമാണെന്നൊക്കെ പറഞ്ഞും ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, അവരുടെ പേഴ്സണൽ അഭിപ്രായമാണ്, ഒരാളുടെ പേഴ്സണൽ അഭിപ്രായമാണ്. അത് വേറൊരാളുടേതാകണമെന്നില്ല എൻ്റേത്. അയാൾ ചിലപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക മൂഡിൽ പോയിരുന്ന് കണ്ടാൽ പോലും അയാൾക്ക് ചിലപ്പം ആ പടം ഇഷ്ടമാകണമെന്നില്ല. മനസ്സിലായില്ല? അപ്പം റിവ്യൂ കണ്ടിട്ട് കാണണോ കാണണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതൊരു മണ്ടത്തരമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത കൂട്ടുകാരോട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു കുറച്ച് പേരോട് ചോദിക്കാം. അങ്ങനെയൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്താം, പടം കാണണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ. നമുക്ക് മൂവിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ടല്ലോ. ശരി. അതിന്റെ ഇടയ്ക്ക് കൊല്ലത്തിന് ഒരു കുത്തുണ്ടായിരുന്നല്ലോ അല്ലേ? കൊല്ലത്തിന് കുത്തുന്നത് ഞാനല്ലോ, ഒരു കഥാപാത്രമല്ലേ. അത് സംഗതി എങ്ങനെയാന്ന് വെച്ചാൽ അത് ശരിക്കും എൻ്റെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഒരു സംഗതിയല്ല. ആ സീൻ പോലും സ്ക്രിപ്റ്റിലുണ്ടായിരുന്നില്ല. അന്ന് പുറത്ത് മഴ പെയ്യാണ്. അപ്പോൾ അകത്തൊരു സീൻ ഷൂട്ട് ചെയ്തേ പറ്റൂ. അനശ്വരമുണ്ട്. അപ്പോൾ അനശ്വര വന്നിട്ട് വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു പരിപാടി നമുക്ക്, അതായത് 42 ദിവസം കൊണ്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സംഗതി തീരണം. അപ്പോൾ അകത്തിനി സീനില്ല ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, വിപിനെ എത്രയും പെട്ടെന്ന് അകത്തൊരു സീൻ വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അനശ്വരയുണ്ട്. പിന്നെ അപ്പോൾ ശരിക്കും അനശ്വര വന്നിട്ട് ഈ ഫ്രിഡ്ജ് തുറക്കുകയും വെള്ളം എടുക്കാൻ വരികയും അയ്യോ ഇപ്പം പിന്നെ വെള്ളം പോലും കുടിച്ചുകൂടാന്ന് പറയുന്നത് മറ്റേ ചേച്ചിമാരാണ്. ഏതാണ്? അയൽവാസിയായിട്ടുള്ള ശക്തിയുടെ അവരൊക്കെ ഉണ്ടല്ലോ, ആ ടീമാണ് വരുന്നത്. പക്ഷെ അവർക്ക് അന്ന് ഷൂട്ടിന് ഡേറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവരില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ആരാണുള്ളത്? അപ്പം നമ്മൾ ആ വീടിൻ്റെ ഓണർ ഉണ്ടല്ലോ, ആ ചേച്ചിയെ വിളിച്ചുകൊണ്ട് വന്നു.
അപ്പോൾ ചേച്ചി റെഡിയാണ്, അഭിനയിക്കാൻ റെഡിയാണ്, ചേച്ചിക്ക് വലിയ താല്പര്യമാണ്. ആ ചേച്ചിയാണ് വിജയലക്ഷ്മി എന്നാണ് ചേച്ചിയുടെ പേര്. അങ്ങനെ ചേച്ചിയെ നമ്മൾ മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ വീടിൻ്റെ ഓണറാണ് ആ ചേച്ചി. അപ്പം പെട്ടെന്ന് ഡയലോഗ് വേണം, മനസ്സിലായില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ സീൻ എന്ന് പറയുന്നത് അവിടെ അടി നടന്നതിന് ശേഷം വരുന്നൊരു സീനാണ്. അപ്പം സാധാരണ എൻ്റെ നാട്ടിലാണെങ്കിൽ അടി നടന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും പരസ്പരം സ്ത്രീകൾ സംസാരിക്കുക എന്നുള്ളൊരു പരിപാടി. അപ്പം അസീസിൻ്റെ അമ്മ ആയിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ അവിടെയുണ്ട്. അപ്പോൾ അവർ കേൾക്കാൻ വേണ്ടി കൂടിയൊക്കെയാണ് ഇവർ പറയുന്നത് എന്നുള്ള നിലയ്ക്ക് പെട്ടെന്നുണ്ടാക്കിയ ഒരു ഡയലോഗാണ്. പിന്നെ നമ്മളിവിടെയൊക്കെ മരണ വീട്ടിലെ അടി ആദ്യമായിട്ടാണല്ലേ ചേച്ചി? കൊല്ലത്തൊക്കെ സ്ഥിരമാണെന്നല്ലേ? കൊല്ലത്തൊക്കെ ഉണ്ട്, ഇവിടെ ഇത് ആദ്യമായിട്ട്. അതുകൊണ്ട് ആ ചേച്ചിയെ കൊണ്ട് തന്നെ നമ്മൾ ഡബും ചെയ്യിച്ചു. വേറെ ആര് ഡബ് ചെയ്താലും അത് ഓക്കെ ആവില്ല. ഈ സ്ലാങ് അല്ലെങ്കിൽ ഇത്രയും റിയാലിറ്റി വരണമെങ്കിൽ ഇതിന്റെ പിറകെ കുറെ നടന്നിട്ടുണ്ടാവണല്ലോ ചേട്ടാ. അല്ല, ഇതിന്റെ പിറകെ എനിക്ക് നടക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എന്താണ് വളരെ ചെറുതിലേ മുതലേ ജീവിക്കുന്ന നാട്ടിൽ നടക്കുന്ന സംഗതിയാണ്. അപ്പം ഞാനും ഇവരിൽ ഒരാളാണ്, മനസ്സിലായില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതിനകത്ത് ജാസിം ചെയ്തിട്ടുള്ള കുമാർ കഥാപാത്രത്തിലൊക്കെ എൻ്റെ കുറേ പിന്നെ ഞാൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു പരിധി വരെ. അപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ എനിക്ക് സംസാര ശൈലിയോ അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ ബിഹേവിയറോ ഇതൊന്നും പ്രത്യേകിച്ച് ഒരു റിസർച്ചിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, മനസ്സിലായില്ലേ. അപ്പം എൻ്റെ ബന്ധത്തിലും കുടുംബത്തിലും നാട്ടിലും ഒക്കെ നടക്കുന്ന സംഗതികൾ തന്നെയാണിത്. നാട്ടിലെ പേരുകൾ തന്നെയാണ് സിനിമയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പേരുകൾ പോലും എല്ലാം. ഇതേപോലത്തെ ഇൻസിഡൻസ് ചേട്ടന്റെ പേഴ്സണൽ അനുഭവത്തിൽ നേരിട്ട്? എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഇത് ഈ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ കരയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം ഇതിനേക്കാൾ ഡ്രമാറ്റിക് ആയിട്ടുള്ളത് ഉണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ സംഭവിച്ച സംഗതികളുണ്ട്. അതൊരു വലിയ കഥയാണ്. അത് ഇതിനേക്കാൾ ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഗതികളാണ്. അതിലും കരയോഗവും പോലീസും പാർട്ടിയും ഒക്കെ വരുന്ന സംഗതികളാണ്. ഇത്തരത്തിലൊരു വീട്ടിൽ മരണം നടക്കുന്നു, അപ്പുറത്ത് ബാൻഡ് മേളം, അങ്ങനെ കുറെ കാര്യങ്ങൾ അറ്റ് എ ടൈം നടന്നു പോകുന്നുണ്ട് അല്ലേ? അപ്പോ എന്താ ചോദിക്കുക, അത് എത്ര ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നില്ല? അതായത് ഓരോ ക്യാരക്ടേഴ്സിന്റെയും മൈന്യൂട്ട് എക്സ്പ്രഷൻസ് വരെ മാറിപ്പോയി കഴിഞ്ഞാൽ കയ്യിന്ന് പോകും അല്ലെ? ഒരു മീറ്ററിന് അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചളിയാകാനും ചാൻസ് ഉണ്ട്, എന്നാൽ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, അപ്പം ഞാനിങ്ങനെ ആലോചിക്കും പേഴ്സണലി. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഒരു മരണം നടന്നു, ഒരു മതിലിനപ്പുറത്ത് ബാൻഡ് വായിക്കുമോ? തീർച്ചയായിട്ടും വായിക്കില്ല. അപ്പം നമ്മൾ അതിനെ ബാൻഡ് വായിപ്പിക്കണം. അപ്പോൾ അതിന് നമ്മൾ റീസൺ കൊടുക്കണം. സിനിമയിൽ കൃത്യമായ റീസൺ ഉണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് ഓക്കെയാണ്. ആ റീസൺ ഉള്ളതുകൊണ്ടാണ് ഇത് ഓക്കെ ആയിട്ട് തോന്നിയത്. അതായത് അവർ പറയുന്നത് ഞങ്ങൾക്ക് വൈകുന്നേരം പ്രോഗ്രാം ഉണ്ട്, ഇപ്പം ആശുപത്രിയിലെന്നല്ലേ പറഞ്ഞത്, ബോഡി കൊണ്ടുവരുമ്പോൾ നമ്മൾ നിർത്തിക്കോളാം എന്ന് പറയുന്നില്ലേ? അപ്പോൾ അതവിടെ ഒരു റീസണാണ്. ശരി, ആ പിള്ളേരുടെ സ്വഭാവം വെച്ച് അവർ അങ്ങനെയാണ്, ബോഡി കൊണ്ടുവരുമ്പോൾ നിർത്തും. പക്ഷെ ബോഡി കൊണ്ടുവന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അവൻ്റെ അച്ഛനെ അടി കിട്ടി. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ വാശിയാണ്. അപ്പം അങ്ങനെ ഒരു റീസൺ ഉള്ളത് കൊണ്ട് ഇത് മുമ്പോട്ട് പോകും. ഇപ്പോൾ ജോമോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഉണ്ടാകുന്ന ആ ഒരു അബദ്ധത്തിൻ്റെ പിന്നിലും ഒരു റീസൺ ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് ഒരു വിരട്ടൽ വരുന്നുണ്ട്, നീ ആര് എന്നൊരു ചോദ്യം അവൻ്റെ നേരെ വരുന്നുണ്ട്. അപ്പോൾ അവന് മറുപടി പറയാനില്ല. അപ്പോഴാണ് ഇപ്പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അവനെ തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് അത് വർക്കാവുന്നത്, മനസ്സിലായില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാരണ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണെങ്കിലും സിനിമയിൽ ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ അത് നടക്കും എന്ന് തോന്നിപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് ഈ സിനിമയിലുടനീളം ഉള്ളത്. അപ്പോൾ ചേട്ടാ ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു. വളരെ സന്തോഷം. അതെ, വ്യസന സമയത്തും ഇനി സൂപ്പർ ഹിറ്റായിട്ട് അതെ തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ്. മഴയായിരുന്നു 2 ദിവസം മഴയത്തും, പക്ഷെ നല്ല ആളുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഷോയുടെ എണ്ണമൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഫാമിലിയാണ് വരുന്നത്. അപ്പൂപ്പന്മാരും അമ്മമാരും ചെറിയ കുട്ടികളും ഒക്കെ ആയിട്ട് തിയേറ്ററിൽ വരുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും കൂടി വരുന്നത്, എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു സിനിമ ആണിത്. അങ്ങനെയുള്ള തമാശകളാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴേക്കും എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അതെ, എൻ്റെ അടുത്തിരുന്ന ചേച്ചിമാരൊക്കെ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ചേച്ചിമാരൊക്കെ പൊട്ടിച്ചിരിക്കായിരുന്നു. യെസ്, താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്തായാലും ഇനിയും പൊട്ടിച്ചിരിക്കട്ടെ, ആൾക്കാർ തിയേറ്ററിലോട്ട് കയറട്ടെ. അതെ, താങ്ക് യു സോ മച്ച്.